വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുകാരി കൊല്ലപ്പെട്ടിട്ട് ഇന്ന് 3 വർഷം തികയുകയാണ്. കഴിഞ്ഞ 3 വർഷമായി ആ മകളുടെ നീതിക്ക് വേണ്ടി പോരാടുകയാണ് ഒരു അച്ഛനും അമ്മയും. അച്ഛനാണ് നമ്മോടൊപ്പം ഉള്ളത്. ഇപ്പോഴും അദ്ദേഹത്തിന് ചിലതൊക്കെ പറയാനുണ്ട് ഈ 3 വർഷം പൂർത്തിയാകുമ്പോഴും, അല്ലേ? അതെ, നമ്മുടെ കുഞ്ഞ് 2021 ജൂൺ 30-നാണ് മരണപ്പെടുന്നത്. അതിന് നമ്മൾ കേസ് പോലീസുകാർ നല്ല അന്വേഷണം നടത്തിയായിരുന്നു. ഓക്കെ, പ്രതിയെ പിടിച്ചു. 2.5 വർഷം ഈ കേസ് കട്ടപ്പന കോടതിയിൽ നടന്നു. അവിടെ 2023 ഡിസംബർ 14-ാം തീയതി ജഡ്ജിമെൻ്റ് ഉണ്ടായി. വാദം കേട്ടതൊരു ജഡ്ജാണ്, വിധി പറഞ്ഞത് മറ്റൊരു ജഡ്ജാണ്. അപ്പം നമുക്ക് അനുകൂലമായിട്ടൊരു വിധി അവിടെ ഉണ്ടായിട്ടില്ല. പ്രതിയെ വെറുതെ വിട്ടുകൊണ്ടുള്ള ഒരു വിധിയായിരുന്നു. അത് നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു വിധിയായിപ്പോയി. അതിനുശേഷം സർക്കാർ അപ്പീലിൽ ഞങ്ങൾ അപ്പീൽ സ്വീകരിച്ചു ഹൈക്കോടതിയിൽ. അത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ അപ്പീൽ സ്വീകരിക്കുകയും ചെയ്തു കോടതി. അതിനുശേഷം ഇപ്പോൾ 6 മാസം പിന്നിട്ടു. ഇതുവരെ ഒരു വായ്ദ പോലും നടന്നിട്ടില്ല. അവിടെ സർക്കാർ നിയമിച്ചിരുന്ന പ്രോസിക്യൂട്ടർ എന്ന് പറഞ്ഞത് അവിടെ അംബികാദേവി എന്ന് പറഞ്ഞൊരു പ്രോസിക്യൂട്ടറാണ് നിയമിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് ഈ വാളയാർ കേസും അട്ടപ്പാടി കേസിലും ടീമുകളായിട്ടുള്ള പ്രോസിക്യൂട്ടർ വക്കീലുമാർ നമ്മളെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് കേസ് നടപടിയാകും എന്നുള്ള രീതിക്കൊക്കെ നമ്മൾ ബന്ധപ്പെട്ടു. അപ്പോൾ അവരെ നിയമിക്കണമെന്നാണ് നമ്മൾ കുടുംബവും ഞങ്ങളെല്ലാവരും കൂടെ ആലോചിച്ചത്. എന്നിട്ട് മുഖ്യമന്ത്രി പോയി കണ്ടിരുന്നു, കത്ത് കൊടുത്തു. ഈ കേസിനെ കുറിച്ചുള്ള ആദ്യം മുതലുള്ള കാര്യങ്ങൾ നമ്മൾ കത്തായിട്ട് കൊടുത്തു, നേരിട്ട് സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷം നമുക്ക് ഈ പ്രോസിക്യൂട്ടറെ മാറ്റിക്കൊണ്ട് നിങ്ങൾ ആവശ്യപ്പെടുന്ന പ്രോസിക്യൂട്ടറെ വെച്ച് തരാമെന്ന് പറഞ്ഞ് 3 പേരടങ്ങുന്ന ഒരു പാനൽ റെഡിയാക്കാൻ പറഞ്ഞു. അപ്പം ഈ പോലീസുകാരൊരു ഫോം തന്നു. അപ്പോൾ അതിന് പ്രകാരം നമുക്ക് ഈ രാജേഷ് മേനൻ, സന്ദീപ്, രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞുകൊണ്ട് 3 വക്കീൽമാരുടെ പേര് നമ്മൾ ഉൾപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ഇപ്പോൾ അത് കൊടുത്തിട്ട് തന്നെ 5 മാസം പിന്നിട്ടു. മുഖ്യമന്ത്രി വീണ്ടും നമ്മൾ കത്തുകൾ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഇത് പരിഹരിക്കാം എന്നുള്ള രീതിയിലാണ് മറുപടി വന്നിരിക്കുന്നത്. എന്നിട്ടും നമ്മൾ പാർട്ടിക്കാരെയും ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇലക്ഷൻ കഴിയട്ടെ എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇലക്ഷനായിട്ടും അത് കഴിഞ്ഞിട്ടും ഇപ്പോൾ അതിനെക്കുറിച്ച് ഒരു അനക്കം ഇല്ലാതിരിക്കുക. അപ്പം ഈ ന്യൂസ് മുഖ്യമന്ത്രി കാണുകയാണെങ്കിൽ നമുക്ക് ഇത് ഒന്ന് സ്പീഡപ്പാക്കി നമ്മുടെ കേസ് മുമ്പോട്ട് പോകാനുള്ള നടപടി സ്വീകരിക്കണം. അതുമാത്രമല്ല, ഇന്ന് നമ്മുടെ കുഞ്ഞിൻ്റെ 3-ാം വർഷം ആണ്ടാണ്. അപ്പോൾ നമുക്ക് ഇത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സങ്കടമാണ്. അതുമാത്രമല്ല, ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്കെതിരായിട്ട് നമുക്ക് മനുഷ്യാവകാശ കമ്മീഷൻ കൂടെ ഇടപെട്ടപ്പോൾ ഇതിലും കൂടെ നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു രീതിയിലാണ് അവരുടെ ഇടപെടൽ. അത് ഈ പ്രതിയുടെ കുടുംബത്തിനെ സഹായിക്കുന്ന തരത്തിലാണ്. അതായത് ഞങ്ങൾ അവരുടെ വീടുകൾ അടിച്ചു പൊട്ടിച്ചെന്നും അവരുടെ വീട്ടിൻ്റെ അകത്തിരിക്കുന്ന സാധനങ്ങൾ മോടിച്ചുകൊണ്ട് പോയിരുന്നു. സ്വർണം 25 പവൻ സ്വർണം, 1 ലക്ഷം രൂപയുടെ ക്യാഷ്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ അവരൊരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ വീട് പോലും വന്ന് കാണാതെ ഇതിനകത്ത് ഇന്ന സാധനങ്ങൾ പോയെന്ന് അവർക്ക് എങ്ങനെ കാണാൻ കഴിയും? എന്നിട്ട് പോലും അവർ ഇങ്ങനെ ആ ഒരു കേസ് അംഗീകരിച്ചുകൊണ്ട് ആ കേസിൻ്റെ കോപ്പി വെച്ചുകൊണ്ടാണ് ഈ മനുഷ്യാവകാശ കമ്മീഷന് അവർ പോയിരിക്കുന്നത്. സ്വന്തം വീട്ടിൽ കയറ്റുന്നില്ലെന്ന് പറഞ്ഞു. സ്വന്തം വീടൊന്നുമല്ല, ഇത് അവരുടെ എസ്റ്റേറ്റ് ലൈൻസിലാണ് അവർ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. കമ്പനി പറഞ്ഞിരിക്കുന്നത് ഇവിടെ വന്നാൽ പ്രശ്നമാണ്, അവർ കുഞ്ഞിൻ്റെ വീട്ടുകാരും നിങ്ങൾക്കും പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് പോലീസുകാരും ഇടപെട്ടിട്ടാണ് സംസാരിച്ച് തീർത്തു. യൂണിയൻ 3 ഡിവിഷൻ 3 കൺവീനർമാർ ഒപ്പിട്ട് കൊടുത്തു. ഇനി ഇവിടെ വന്നാൽ ഞങ്ങൾക്കും ഇവരെ സംരക്ഷിക്കാനൊന്നും പറ്റിയല്ല, അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് 3 ഡിവിഷനുണ്ട്. അവിടെ ഏതെങ്കിലും ഒരു ഡിവിഷനിൽ മറ്റുള്ള സഹോദരന്മാരൊക്കെ അവിടെയാണ് ജോലി ചെയ്യുന്നത്, വീടും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ അടുത്ത് തന്നെ വന്നിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ അനിയനുമായിട്ട് വഴക്കുണ്ടായി, കേസായി. അപ്പം ഇതൊന്നും മനസ്സിലാക്കാതെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഇങ്ങനൊരു ഉത്തരവിട്ടിരിക്കുന്നത്. അത് ദയവ് ചെയ്ത് അവർ പരിശോധിച്ചിട്ട് ഇതൊന്ന് പിൻവലിക്കണമെന്നുള്ള കാര്യം കൂടെ എനിക്ക് ഇതിനകത്ത് പറയാനുണ്ട്. ഈ കേസ് ഇപ്പോഴും ഇങ്ങനെ നീണ്ടുപോകുന്നു, മനഃപൂർവ്വം വൈകിപ്പിക്കുന്നതായി തോന്നുന്നുണ്ടോ? മനഃപൂർവ്വം ആണോ എന്ന് ഇപ്പം ഇത്ര ആയതുകൊണ്ട് നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടും ഒന്നും തന്നെ ആകാത്തതുകൊണ്ട് അങ്ങനെ സംശയം ഇല്ലാതില്ല. ആരായിരിക്കും ഈ പ്രതി എന്ന് പറയുന്ന അയാളെ സഹായിക്കുന്നതിന് വേണ്ടി നിൽക്കുക? അങ്ങനെ നമുക്ക് ഇന്ന ആളാണ് ഇതിനെ പിന്നിൽ എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. ആ രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ നിയമ പോരാട്ടം ഇങ്ങനെ തന്നെ തുടരും.
അതെ, നമ്മൾ എന്തായാലും പിന്നു മാറുന്ന പ്രശ്നമില്ല. നമ്മൾ ഏത് അറ്റം വരെ പോയിട്ടാണെങ്കിലും നമുക്ക് ഈ കേസിന് നമുക്ക് അനുകൂലമായിട്ട് വിധി ഉണ്ടാക്കാനുള്ള ശ്രമം ചെയ്യും. അപ്പം അത്തരത്തിലാണ് ഈ 3-ാം വർഷത്തിൽ ഒരു മകളുടെ വേർപാടിൽ നിൽക്കുന്ന അവർക്ക് പറയാനുള്ളത്. അവരുടെ മകൾക്ക് നീതി ലഭിക്കുന്നതിന് സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാകണം. മറ്റ് ഒരു പരിഭവവും അവർ പറയുന്നില്ല. 3 വർഷമായി ഈ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പോകുന്നു. അതിന് ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ള ആവശ്യമാണ് ഈ അച്ഛനും മുമ്പോട്ട് വയ്ക്കുന്നത്. സംസ്ഥാന സർക്കാർ അതിൽ കാണണം. മുഖ്യമന്ത്രി അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണം എന്നുള്ള ആവശ്യവും അവർ മുന്നോട്ട് വയ്ക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ചേകവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.